ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കുറച്ച് തുമ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനൊരു ഇത് എംബ്രോയ്ഡറി ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനാമിയുടെ മെഷീനിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ടാസ്ക്കായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കുറച്ച് ദിവസം കൊണ്ടുള്ള ഒരാഗ്രഹമാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും അത് ചെയ്യാമെന്നുള്ള ഉദ്ദേശം തന്നെ എടുത്ത് എല്ലാം വർക്കെല്ലാം ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഫ്രെയിമിൽ എല്ലാം കറക്റ്റാക്കി. ഞാനിപ്പം ചെയ്ത ഫ്രെയിം എന്ന് പറയുന്നത് വലിയ ഫ്രെയിമിൽ തന്നെയാണ് ഇട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെറിയ ഫ്രെയിമിലിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വലിയ ഫ്രെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ബാലൻസ് വേണം. നമുക്ക് പെട്ടെന്ന് എടുത്ത് വലിയ ഫ്രെയിമിലൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ട് കിട്ടത്തില്ല. ചെറിയ ഫ്രെയിമിൽ തന്നെ നമുക്ക് വലിയ പാടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ വലിയ ഫ്രെയിമിൽ ജസ്റ്റ് ഞാൻ നോക്കുവാണ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഫസ്റ്റ് ടൈമാണ് ഞാനിതുവരെ വലിയ ഫ്രെയിമിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പിക്ചർ വലുതായതുകൊണ്ട് ചെറിയ ഫ്രെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇപ്പോൾ ഊരിയിട്ടെടുത്ത് പിന്നെ രണ്ടാമത് ഇടണ്ടേ. അപ്പോൾ നമ്മുടെ നൂലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആകുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം ഞാൻ വലിയ ഫ്രെയിമിൽ തന്നെയാണ് ഇട്ട് ചെയ്ത് വെക്കുന്നത്. ആദ്യം ഞാനിതുപോലെ ഔട്ട്ലൈനാണ് കൊടുത്തത്. ഔട്ട്ലൈൻ കൊടുക്കേണ്ട കാര്യമില്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തതേ ഉള്ളൂ. ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാം. റെഡാണ് ആദ്യം കൊടുക്കുന്നത്. കാരണം ആ ഒരു ഗണപതിയുടെ തലയുടെ മുകൾ ഭാഗത്ത് ഒരു താമരപ്പൂവാണ്. അപ്പം ഫസ്റ്റ് അപ്പോൾ ഒരു റെഡാണ് ഞാൻ ഉദ്ദേശിച്ച. റെഡോ പിങ്കോ അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ മനസ്സിലോടി വന്നത് റെഡാണ്. എനിക്ക് യാതൊരുവിധ കളർ ഐഡിയയും ഒട്ടും എനിക്ക് മനസ്സിലൊന്നും ഒരു ഇതില്ല. കളർ കോമ്പിനേഷൻ ഒന്നും ഞാനൊന്നും ആലോചിക്കാതെ ചെയ്യുകയാണ്. അതിന് ഇന്നതുപോലെ കൊടുക്കാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ഏതാണോ സ്യൂട്ടാവെന്ന് തോന്നുന്നത് അത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. എനിക്ക് അതുകൊണ്ട് ആ പിക്ചർ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് റെഡാണ് ചെയ്യാമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ആ റെഡാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് പേരൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്ത് അത് ഞാൻ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ചെയ്തതിൽ. ഇനി നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതുപോലൊന്ന് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് നല്ല തുമ്മലുള്ള സമയത്ത് ഞാനിത് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ളൊരു ഉദ്ദേശം. കാരണം വീഡിയോ നമ്മൾക്ക് ഒരുപാട് പെൻഡിങ് ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അങ്ങിരുന്നത്. അപ്പം ഇത് ഞാൻ 2 ദിവസമായിട്ട് ചെയ്തതാണ്. ആദ്യത്തെ ദിവസം ഞാൻ ലോട്ടസ് മാത്രമേ ചെയ്തോളായിരുന്നു. കാരണം അങ്ങ് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ആ ലോട്ടസിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് എണീക്കുന്നോളെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതൊന്ന് തീർക്കാതെ ഒരു സമാധാനമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആ ലോട്ടസ് ഒന്ന് കംപ്ലീറ്റ് ആക്കി വെച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ 2 ദിവസം, ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ആ മെഷീനിൽ നിന്ന് മാറിയത്. എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ഇതുണ്ട്. തയ്ക്കാനിരിക്കുവാണെങ്കിലും എനിക്കതൊന്ന് ഫിനിഷിങ് ചെയ്യാതെ എങ്കിലും അവസാനം അത് ഇടയ്ക്ക് വെച്ച് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഫുള്ള് ചെയ്ത് ബാക്കിയുള്ള ഭാഗം അന്നേരം തോന്നിയൊരു ഐഡിയ കേട്ടോ. നമ്മുടെ ത്രെഡ് ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ നോർമൽ ത്രെഡ് മൂണിൻ്റെ ആണ്. ഞാൻ ആ മൂണിൻ്റെ ത്രെഡ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ത്രെഡാണ്. അപ്പോൾ അതിട്ട് ആദ്യം ഫസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൗണ്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ മിഷൻ്റെ സ്പീഡിൻ്റെ അത്രയും സ്പീഡിലാണ് ഞാൻ തയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ വളരെ സ്ലോ ആയിട്ടും തയ്ക്കുന്ന ഒരു ഭാഗങ്ങളുമുണ്ട്, സ്പീഡിലും തയ്ക്കുന്ന ഭാഗങ്ങളുമുണ്ട്. നമ്മുടെ ഒരു ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് തയ്ച്ച് മാറ്റാം. ഫ്രെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. ഇത് ഞാനിപ്പം ബ്ലാക്ക് കളറിലെ ഇതിട്ട് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇതിനകത്ത് ഒരു സ്കിന്നിൻ്റെ കളറൊന്നും എനിക്കിപ്പം എനിക്ക് അത്ര ഒരു ഇതില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഫസ്റ്റ് ഔട്ട്ലൈനാണ് മനസ്സിൽ വന്നത്. അങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് വളരെ
ഇതായിട്ടൊന്നും തോന്നിയില്ല, എന്ന് വെച്ചാൽ റിസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള നല്ല നല്ല വർക്കുകളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഈ മിഷൻ വാങ്ങിച്ചപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയാൻ വയ്യാതെ മിഷൻ ഒരു 3-4-5 മാസം ഞാൻ ചുമ്മാതെ വെച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ കാരണം ലോക്കും ബട്ടൺസ് ഹോളും ഒക്കെ മാത്രം ഇടാൻ വേണ്ടി. അതായത് എനിക്കിതുമായിട്ട് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ചെയ്യണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കും, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു, ചെയ്യാൻ മടി കൊണ്ടായിരുന്നു. പിന്നെ എന്തുമായാലും ഇതുപോലെ ഞാൻ എംബ്രോയ്ഡറിയുടെ മിഷൻ വാങ്ങിക്കാൻ ഒരുങ്ങിയപ്പോഴും ഇത് വാങ്ങിച്ച് നമുക്കൊന്ന് മുതലാവണ്ടേ, അതൊന്നും ആവാതെ നമ്മളൊരു മിഷൻ പിന്നെ എടുക്കുമെന്ന് വെച്ചാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ എന്തും പരട്ടെന്നും വെച്ചുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ അങ്ങനെ ഇരുന്ന് ചെയ്ത്. പക്ഷേ എനിക്ക് മറ്റേ മിഷൻ വാങ്ങിക്കേണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ നമ്മൾ വലിയ ഹെവി വർക്കുകളൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മിഷൻ നോക്കാം. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ സ്പേസ് മിഷന് നമുക്ക് ഈ ഫ്രെയിമൊക്കെ വെച്ച് നമ്മൾ ഈ വലിയ മിഷനിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതിലോട്ടൊക്കെ വന്ന് കയറി ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം, കുഴപ്പമില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ നൂലെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ജെറി ത്രെഡ് വെച്ച് ചുമ്മാ ജസ്റ്റ് അതിൻ്റെ പുറത്തൂടെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിന് ആ വർക്കിന് നമുക്കൊരു ഭംഗി ഉണ്ടാകുമെന്ന് അങ്ങനെ മനസ്സിൽ തോന്നി ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് ഔട്ട്ലൈൻ കൊടുക്കാതെ ഞാൻ എംബ്രോയ്ഡറി മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം. അപ്പം പുതുതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്, ഓടിച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. വീഡിയോ ഒരു 53 മിനിറ്റ് ഉണ്ടായിരുന്നു, വെറുതെ അത്ര ഇടണ്ടല്ലെന്ന് വെച്ചുകൊണ്ട് ഓടിച്ചിട്ടതാണ്. അപ്പം കഷ്ടപ്പാടാണ്. അപ്പോൾ കാണുന്നവർ എന്തുമായാലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുക, റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പം ഈ ഇപ്പോൾ കാണിക്കുന്നതും അന്നേരം തോന്നിയ കളറാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു പീകോക്ക് ബ്ലൂ 2 ഷെയ്ഡ് ഇട്ട് ചെയ്യാമെന്നാണ് ആ ഭാഗത്ത് ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഈ കളർ ചെയ്യാവുന്ന ഈ യെല്ലോ ആണ് ചെയ്തത്. പിന്നെ അത് 2 ഷെയ്ഡായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്, 2 കളറ്. ഫസ്റ്റ് യെല്ലോ ചെയ്യേണ്ടടുത്തെല്ലാം അങ്ങനെ ചെയ്തു പോയി. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് നമ്മളൊരു വയലറ്റ് കളറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വയലറ്റ് കളറും ഷെയ്ഡ് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ സ്പീഡ് കാണിക്കുന്നുണ്ട്. അത്രയും സ്പീഡിലിട്ടാണ് ആ ഭാഗം ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാം. അപ്പം അടുത്ത് നമുക്ക് ഇതുപോലുള്ള പിക്ചറോ കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ് കാർഡൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ വെഡ്ഡിങ് കാർഡിലൊക്കെ ഇതുപോലുള്ള ഒക്കെ വരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് യെല്ലോ കാർബൺ ഷീറ്റ് വെച്ച് നമ്മൾ ട്രേസ് ചെയ്താൽ മതി, പ്രത്യേകിച്ചൊന്നും മാറ്റണ്ട. എൻ്റെ കയ്യിൽ പ്രിൻ്ററുണ്ട്, അപ്പം നമുക്കിത് ഏത് വേണമെങ്കിലും നമുക്ക് പിൻട്രസ്റ്റിനകത്തൂടെ നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതാണ് സ്പീഡ്, ഈ സ്പീഡിൽ തന്നെ ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. സ്പീഡിനങ്ങ് മാറ്റമൊന്നുമില്ല, ഈ സ്പീഡിൽ തന്നെയാണ് ഇട്ട് ചെയ്യുന്നത്. ഞാൻ ഓടിച്ചു വിട്ടേക്കൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നുള്ള. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു 1.5 മണിക്കൂർ കൊണ്ട് വർക്ക് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം 2 മണിക്കൂർ മതി, അതിൽ കൂടുതൽ നമുക്ക് വേണ്ട. കാരണം ലോട്ടസിൻ്റെത് നമ്മൾ പിന്നെ എല്ലാവരും ചെയ്ത്, ഞാൻ റൗണ്ട് ചെയ്ത് 2 മണിക്കൂർ എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫൈനൽ സ്റ്റേജ് നമ്മൾ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനിപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ അരി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാച്ചിങ്ങുള്ള ഡ്രസ്സ് നമ്മൾ കായംകുളത്തുനിന്ന് വാങ്ങിക്കണം, അതിന് പോകുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അരി വർക്കൊക്കെ ഞാൻ കുറച്ചൊക്കെ ചെയ്യും കുഴപ്പമില്ലാതെ. അപ്പം അതിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇത് ഞാൻ ഫൈനൽ ഒരു ടോപ്പിൻ്റെത് രീതിക്ക് വരുന്നത് ഞാൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.